സകല സൃഷ്ടിയും വേർതിരിയലിൽ കൂടിയാണ് ആരംഭിച്ചത്. പ്രപഞ്ചമുണ്ടായത് തന്നെ വേർതിരിയലിൽ കൂടിയായിരുന്നു. സഭ ആരംഭിച്ചത് വേർതിരിയലിൽ കൂടിയായിരുന്നു. സൃഷ്ടികൾ ആരംഭിച്ചത് വേർതിരിയലിൽ കൂടിയായിരുന്നു. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്താൻ പോവുകയാണ്. വേർതിരിയലിൽ കൂടിയാണ് അത് അവസാനിക്കാൻ പോകുന്നത്. വായിക്കുന്നു, ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 വാക്യം വായിക്കുകയാണ്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ഇതാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. പ്രിയ സഹോദര സഹോദരി, ഈ ലോകത്തിന്റെ അവസാനം സെപ്പറേഷനിൽ കൂടി നടക്കാൻ പോകുന്നു. സെപ്പറേഷനിൽ കൂടി ലോകത്തെ ദൈവം സൃഷ്ടിച്ചു. സെപ്പറേഷനിൽ കൂടി ദൈവം സഭയെ സൃഷ്ടിച്ചു. സെപ്പറേഷനിൽ കൂടി ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ അവസാനം നടക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും വേർതിരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് ആക്കാൻ പോവുകയാണ്. കോലാടുകളെയും ചെമ്മരിയാടുകളെയും ദൈവം വേർതിരിക്കും. വിശുദ്ധിയോടെ ജീവിക്കുന്നവരെയും പാപത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നവരെയും ദൈവം വേർപെടുത്തും. വിശുദ്ധരായി ജീവിക്കുന്നവരെ നോക്കി കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വരുവീൻ. എന്നോടൊപ്പം നിത്യതയിൽ വസിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുക്കിയതായ ഈ സ്വർഗീയ ഭവനത്തിലേക്ക് വരുവീൻ. പ്രിയമുള്ളവരെ, കർത്താവ് അങ്ങനെ വേർതിരിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും എവിടെയായിരിക്കും? എവിടെയായിരിക്കാനിടയാകും? എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, ഒരുപക്ഷെ ഇന്ന് തന്നെ കർത്താവ് വരികയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ വിശുദ്ധന്മാരെ വേർപെടുത്തുകയാണെങ്കിൽ, അതുപോലെ തന്നെ തന്നെ വിട്ടകുന്ന പാപത്തിൽ ജീവിക്കുന്ന ആളുകളെ വേർപെടുത്തുകയാണെങ്കിൽ, ഈ ദിവസം ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ, നാം ഏതു വശത്ത് നിൽക്കാനിടയാകും? നമ്മൾ പാപികളുടെ പക്ഷത്തായിരിക്കുമോ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പക്ഷത്തായിരിക്കുമോ നിൽക്കുവാനിടയാകുന്നത്? ഒരു ദിവസം ഒരു കൊച്ചുമകൻ ഓടിവന്ന് തൻ്റെ മുത്തച്ഛനോട് പറയുകയാണ്, മുത്തച്ഛ, അവിടെ വലിയൊരു സംഭവം നടക്കുകയാണ്, എന്താണടാ മോനെ എന്ന് ചോദിച്ചു. അപ്പുറത്തുള്ള ശവക്കോട്ടയിലെ കല്ലറകളിൽ അവിടെ ഇരുന്നു കൊണ്ട് പത്രോസും പിശാചും ആത്മാക്കളെ പങ്കുവെച്ചെടുക്കുന്നു എന്ന് പറയുകയാണ്. എവിടെയുള്ള ആത്മാക്കളെയാണടാ പങ്കുവെച്ചെടുക്കുന്നത്? ശവക്കല്ലറയിലുള്ള ആത്മാക്കളെ പങ്കുവെക്കുകയാണ്. ശവക്കല്ലറയിലുള്ള ആത്മാക്കളെ പങ്കുവെച്ചെടുക്കുകയോ? അതേ അപ്പൂപ്പ, ഞാൻ കേട്ടതാണ്. അവിടെ ശവക്കല്ലറിലായിരിക്കുന്നതായ ആത്മാക്കളെയൊക്കെ പിശാചും അതുപോലെ തന്നെ പത്രോസും ചേർന്നിട്ട് പകുത്തെടുക്കുകയാണ് അപ്പൂപ്പ. അതെങ്ങനെയാണ് നടക്കുന്നത്? അല്ല മുത്തച്ഛ, എന്നോടൊപ്പം വന്ന് നോക്കുക, സംശയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അവനോടൊപ്പം അവിടെ പോയി നോക്കുവാനിടയായി. അവിടേക്ക് വന്നപ്പോൾ കൊച്ചുമകൻ പറയുകയാണ്, അപ്പൂപ്പ പതിയെ നടക്കണം, നമ്മൾ വന്ന കാര്യം അവരറിയരുത്, അവർ പങ്കുവെക്കുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അതുകൊണ്ട് പതിയെ മുത്തച്ഛനും മകനും കൂടി നടന്ന് ഗേറ്റിൻ്റെ അരികിൽ വന്നു നിന്നു. അകത്ത് പങ്കുവെക്കൽ നടക്കുകയാണ്. ഒരുവൻ പറഞ്ഞു, അതെൻ്റേതാണ്. അപ്പോൾ മറ്റൊരുവൻ, അതെൻ്റേതാണ്. അപ്പോൾ മറ്റൊരുവൻ, അതാ ആ മരത്തിൻ്റെ കീഴിലുള്ളത്, അത് എനിക്കുള്ളതാണ്. അപ്പൂപ്പനും കൊച്ചുമകനും മുഖത്തോട് മുഖം നോക്കി, അപ്പൂപ്പ ഇപ്പോൾ എന്ത് പറയുന്നു? ശരിയാടാ, പങ്കുവയ്ക്കൽ നടക്കുകയാണ്. അപ്പോൾ അകത്തു നിന്നവരിൽ ഒരുവൻ വിളിച്ചു പറയുകയാണ്, ആ ഗേറ്റിനരികെ കാണുന്ന വലിയത് എൻ്റേതാണ്. എന്താണ് പറഞ്ഞത്? ഗേറ്റിനരികെയുള്ള വലിയത് അതെൻ്റേതാണ്. അത് കേട്ടപ്പോഴേ ഈ അപ്പൂപ്പൻ്റെ സുബോധം പോയി. മറ്റേ വ്യക്തി പറഞ്ഞു, ആ ചെറുത് എൻ്റേതാണെന്ന്. അപ്പോൾ ഈ പയ്യനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പറഞ്ഞപ്പോൾ തമാശയായിട്ട് തോന്നും, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ തമാശ പറഞ്ഞുവെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. അത് പറയാനാണ്, അത് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എന്താണ് നടക്കുന്നത്? 2 പയ്യന്മാരുണ്ട്. അവിടെ ഒരു വലിയ മാവ് നിപ്പുണ്ട്. അതിൽ നിറയെ മാങ്ങയുണ്ട്. കുറേ മാങ്ങ പഴുത്ത് നിൽക്കുന്നു. ഇവർ 2 പേരും തീരുമാനിച്ചു, നമുക്ക് 2 പേർക്കും വഴക്കുണ്ടാക്കാതെ ഇത് പങ്കുവയ്ക്കാം. വീണുകിടന്ന മാങ്ങാപ്പഴമൊക്കെ അവർ പങ്കുവെച്ചെടുക്കുകയാണ്. ഇതെൻ്റേതാണ്, ഇത് ഞാൻ എടുക്കുന്നു. അത് നിൻ്റേതാണ്, അത് നീ എടുത്തുകൊള്ളൂ. ശരി, അതെൻ്റേത് ഇതെൻ്റേതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഈ കൊച്ചുമകൻ ഭയന്ന് പിശാചാണെന്ന് വിചാരിച്ചാണ് തൻ്റെ മുത്തച്ഛനെ വിളിച്ചു കൊണ്ടുവന്നത്. ഗേറ്റിനരികിലുള്ളതായ വലിയത് എൻ്റേതാണെന്ന് പറഞ്ഞപ്പോഴേ മുത്തച്ഛൻ്റെ ബോധം പോയി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ വേർതിരിക്കൽ നടന്നാൽ പത്രോസും പിശാചും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അപ്പോൾ പത്രോസ് നിന്നെ കണ്ടിട്ട്
ഇവൻ എൻ്റെ ആളാണ് എന്ന് പറയാൻ കഴിയുമോ? ഇവൻ സ്വർഗത്തിന് അവകാശിയായവനാണ്, ഇവൻ സ്വർഗത്തിൽ വസിക്കേണ്ട മനുഷ്യനാണെന്ന് പറയുമോ? അല്ലെങ്കിൽ പിശാച് നിന്നെ കണ്ടിട്ട് പറയുകയാണ്, ഇവൻ എൻ്റെ ലിസ്റ്റിലുള്ളവനാണ്, എന്നോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ട ലിസ്റ്റിലുള്ളവനാണെന്ന് പറഞ്ഞാൽ നീ എവിടേക്കാണ് പോകുന്നത്? നരകത്തിലേക്ക് പോകും. ഇന്ന് തന്നെ അത് തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിത്തീരും? എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയും? ഒരുപക്ഷെ വേർതിരിക്കൽ ഇന്ന് തന്നെ നടക്കുകയാണെങ്കിൽ വലതുവശത്തുള്ള ആടുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകും എന്ന് പറയുവാനുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഇന്ന് വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആരാണ് വിശുദ്ധരായി ജീവിക്കുന്നവർ? ദൈവത്തിൻ്റെ പൈതങ്ങളായി പാപമില്ലാതെ ജീവിക്കുന്നവർ. എപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളുണ്ടായാലും ദുഃഖങ്ങളുണ്ടായാലും അതുപോലെ ഞെരുക്കങ്ങളുണ്ടായാലും രോഗബാധകളുണ്ടായാലും അതുപോലെ എതിർപ്പുകളുണ്ടായാലും തള്ളപ്പെടലുകൾ ഉണ്ടായാലും എങ്ങനെയാണ് ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളെ ശോധന ചെയ്ത് ഞങ്ങളുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അനുദപിച്ചുകൊണ്ട് എന്തിനാണ് നിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനും ആ സ്നേഹത്തെ ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുവാനും വിലയേറിയ സന്ദേശം നീ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ കർത്താവേ. ഞങ്ങളുടെ സ്ഥാനത്ത് നീ മരിച്ചുവല്ലോ കർത്താവേ. ഞങ്ങൾ നിന്നെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി നീ അടികൾ ഏറ്റുവാങ്ങി രക്തത്തെ നീ ഒഴുക്കി ഞങ്ങളത് ഓർക്കുകയാണ്. ഇന്നു മുതൽ നിന്റെ നാമമഹത്വത്തിനായി ജീവിക്കുവാനുള്ളതായ ഒരു ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.